ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഗവേഷണങ്ങളിലും കൊറോണ വൈറസിന് ജനിതകമാറ്റം കണ്ടെത്തിയിരുന്നതായി ആരോഗ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3527 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.91%. സംസ്ഥാനത്തെ 13 ആശുപത്രികൾക്ക് കൂടി മികവിനുള്ള ദേശീയ അംഗീകാരം. മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12ഉം കേരളത്തിൽ. സാധാരണക്കാരിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ കേരളം പദ്ധതി ആവിഷ്കരിച്ച് കേരള സർക്കാർ. 1 കോടി ജനങ്ങൾക്ക് പ്രയോജനം. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. പുതിയ മദ്യനയം അടുത്ത ഏപ്രിലോടെ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നടന്ന ഗവേഷണങ്ങളിലും കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം കണ്ടെത്തിയിരുന്നതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. അതേസമയം ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച അതേ വൈറസ് ശ്രേണിയാണോ ഇവിടെയും കണ്ടെത്തിയിട്ടുള്ളതെന്നതിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ കേരള ആരോഗ്യ വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് തന്നെ ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഇവിടെയും നമ്മളൊരു ചെറിയ രീതിയിലുള്ള സ്ട്രെയിൻ മാറ്റം കണ്ടതാണ്. എന്നാൽ അതൊന്നും ഉറപ്പിക്കുന്നതിന് എല്ലാ ജില്ലകളിലും അത് സംബന്ധിച്ചിട്ടുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടാണ് ആദ്യ റിസർച്ച് നടത്തിയത്. ഇതുപോലെ തന്നെ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ട്രെയിൻ മാറ്റം ഇവിടുത്തെ ആ മാതൃകയിൽ തന്നെയല്ല, കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ജനിതക മാറ്റം കണ്ടെത്തിയതായിട്ടാണ് ബ്രിട്ടനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻഫെക്ഷ്യസ് ആണ് എന്നാണ് പറയുന്നത്. വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന, വളരെ വേഗത്തിൽ പകരുന്ന ഒരു ജനിതക മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന 8ലധികം പേർക്ക് സ്ഥിരീകരിച്ച വൈറസ് ജനിതകമാറ്റം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കാൻ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3527 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35,586 സാമ്പിളുകൾ പരിശോധിച്ചു. 9.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 500 മുകളിലും എറണാകുളത്ത് 403 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ 300 മുകളിലും ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 200-ലേറെ പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3782 പേർ രോഗമുക്തി നേടി. 21 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 2951. നിലവിൽ 63,752 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 463. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.78%. നിലവിൽ 2,81,000-ലധികം പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 1.45% കോവിഡ് മരണനിരക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടി കടന്നു. 5,64,00,000-ലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,57,000 കടന്നു. സംസ്ഥാനത്തെ 13 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. കോട്ടയം പെരുന്ന അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, മലപ്പുറം മൊറയൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് മേപ്പയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ എരമം കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ കല്യാശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളം ഇപ്പോഴും നിലനിർത്തുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള യാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയവിനിമയം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കക്കാട് പുഴയെ വീണ്ടെടുക്കാൻ ബഹുജന കൂട്ടായ്മ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്ന കേരള പര്യടനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ വരട്ടാർ അടക്കമുള്ള പുഴകളെ വീണ്ടെടുക്കാൻ സാധിച്ചത് അതത് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പൊതു ആവശ്യമായി അവ ഉയർന്നു വന്നതിനെ തുടർന്നാണ്. കക്കാട് പുഴയുടെ കാര്യത്തിലും ജനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം മുൻകൈ ഉണ്ടാകണം. ആവശ്യമായ സഹായവും പിന്തുണയും ഗവൺമെന്റ് നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കഥാകൃത്ത് ടി പത്മനാഭനാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കണ്ണൂരിൽ ചെറുശ്ശേരിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്ന കാര്യം ഗൌരവമായി പരിഗണിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിവിധ മേഖലയിലെ പ്രഗത്ഭരുൾപ്പെടെയുള്ള 150 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല പരിപാടി നാളെ നടക്കും. രാവിലെ 10 മണിക്ക് കാരപ്പറമ്പ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇ കേരളം എന്ന പേരിൽ കേരള സർക്കാർ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ആണ് പദ്ധതി നടപ്പാക്കുക. ബൃഹത്തായ ഇന്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി 1 കോടി ജനങ്ങൾക്ക് പ്രയോജനകരമാകും. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ സംവിധാനങ്ങൾ സാധാരണ ജീവിതത്തിന്റെ ഭാഗമാകുന്ന കാലത്ത് മുതിർന്നവരെയും ഇത്തരം കാര്യങ്ങളിൽ അറിവുള്ളവരാക്കുകയാണ് ഇ കേരളം പദ്ധതിയുടെ ലക്ഷ്യം. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. 2021 ഏപ്രിൽ 1 മുൻപ് പുതിയ മദ്യനയം പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി കർഷക ക്ഷേമ വകുപ്പിന്റെ ബജറ്റ് കഴിഞ്ഞ 6 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് താങ്ങുവിലയായി നൽകണമെന്ന സ്വാമിനാഥൻ സമിതിയുടെ ശുപാർശ NDA സർക്കാർ നടപ്പാക്കിയതായും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് മലയാളത്തിലും പരിഭാഷ ഉണ്ടായിരിക്കും. മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. വ്രതനിഷ്ഠയോടെ ഭക്തർ കാത്തിരുന്ന തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് സന്നിധാനത്ത് നടന്നു. ശബരിമലയിൽ വരുമാനത്തിൽ ഇടിവ്. കോവിഡിനെ തുടർന്ന് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് വരുമാനത്തിൽ ഇടിവുണ്ടായതെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഡിസംബർ 24 വരെ ശബരിമലയിൽ 156.60 കോടി രൂപയായിരുന്നു വരുമാനം. എന്നാൽ ഈ വർഷം അത് 9 കോടി രൂപയായി ചുരുങ്ങി. ഇടുക്കിയിലെ പ്രമുഖ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് രാമക്കൽമേട്. കോവിഡ് കാല നിയന്ത്രണങ്ങൾക്കിടയിലും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും രാമക്കൽമേടിലെത്തിയാൽ കാണാൻ കഴിയും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. രാമക്കൽമേട്ടിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം വർദ്ധിച്ചു. ടൂറിസം സീസണ് മുന്നോടിയായാണ് ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളായ രാമക്കൽമേട്, ചതുരംഗപ്പാറ, തൂവൽ വെള്ളച്ചാട്ടം തുടങ്ങിയിടങ്ങളിലേക്ക് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാമക്കൽമേട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ഇപ്പോഴാണ്. രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് കുറവൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പൽ ശില്പവും. രാമക്കൽമേട്ടിലെത്തിയാൽ തമിഴ്നാടിന്റെ സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്ത്യ ഓസീസ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ 4-ഉം അശ്വിൻ 3-ഉം സിറാജ് 2 വിക്കറ്റുകൾ വീതം നേടി. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് നേടിയിട്ടുണ്ട്. അന്തരിച്ച ചലച്ചിത്ര നാടക നടൻ അനിൽ നെടുമങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് രാത്രി വാളിക്കോടുള്ള സ്വവസതിയിൽ സംസ്കരിക്കും. 7 മണിയോടെ തിരുവനന്തപുരത്തെത്തിക്കുന്ന മൃതദേഹം തിരുവനന്തപുരം ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഗവേഷണങ്ങളിലും കൊറോണ വൈറസിന് ജനിതകമാറ്റം കണ്ടെത്തിയിരുന്നതായി ആരോഗ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3527 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.91%. സംസ്ഥാനത്തെ 13 ആശുപത്രികൾക്ക് കൂടി മികവിനുള്ള ദേശീയ അംഗീകാരം. മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12ഉം കേരളത്തിൽ. സാധാരണക്കാരിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ച് കേരള സർക്കാർ. 1 കോടി ജനങ്ങൾക്ക് പ്രയോജനം. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. പുതിയ മദ്യനയം അടുത്ത ഏപ്രിലോടെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.